തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയപ്പെടുന്നത് വെള്ളാനയാണ്. ആ വെള്ളാന അതിനെ എത്രത്തോളം കൈയിട്ട് വാരി അലങ്കോലപ്പെടുത്തി മലീമസമാക്കാമോ അത്രത്തോളം അഴിമതിയും അരാജകത്വവും കൊടികുത്തി വാഴുന്ന തരത്തിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി വേണമെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റിനും മന്ത്രിക്കുമൊക്കെ പടിയിറങ്ങാം. കാലാകാലങ്ങളായി അവിടെ തുടർന്നു വന്ന പല സമീപനങ്ങളും ശബരിമല പോലൊരു അമ്പലത്തെ ഒരു സ്വർണ്ണ കൊള്ളക്കാരുടെ കേന്ദ്രമാക്കി മാറ്റുവാൻ വരെ ഇത്തരത്തിലുള്ള ഭരണാധികാരികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ശബരിമലയും സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണ്ണപ്പാളി വിവാദവും ഒക്കെ വലിയ വിവാദങ്ങളായപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എങ്ങനെ മൂന്നാമതൊരു വട്ടം കൂടി അധികാരത്തിലെത്താൻ പറ്റും, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവരുടെ സ്ഥാനവും അധികാരമൊക്കെ ഉറപ്പിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവരുടെ പാർട്ടിക്കും സർക്കാരിനും ഉണ്ടായിട്ടുള്ള കോട്ടം, അവരുടെ പാർട്ടിക്കും സർക്കാരിനും ഉണ്ടായിട്ടുള്ള അവരുടെ ഇമേജിന് പറ്റിയ ഒരു കോട്ടമുണ്ട്. അതിനെ എങ്ങനെ ഒന്ന് വെള്ളപൂശിയെടുക്കാമെന്ന് ആലോചിക്കുമ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ശ്രീ കെ ജയകുമാറിനെ നിയമിക്കുന്നത്. വിവാദങ്ങളിൽ നിന്നൊക്കെ മുഖം രക്ഷിക്കുക എന്നൊരു CPM-ന്റെ കെണിയായിരുന്നു സത്യത്തിൽ കെ ജയകുമാറിന്റെ നിയമനം എന്ന് പറയുന്നത്. അതായത് ഒരു വെള്ളപൂശലിന്റെ പ്രതിഫലനം എന്ന് വേണമെങ്കിൽ പറയാം. കെ ജയകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കുന്നത് പിണറായി വിജയന്റെ ഒരു കൊട്ടേഷൻ ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി എന്ന് പറയുന്നത്. നമുക്കറിയാം, ചീഫ് സെക്രട്ടറി ആയിരുന്ന, IMG-യുടെ ഒക്കെ ഡയറക്ടറായിരുന്ന, അങ്ങനെ പല മേഖലകളിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള, അതിനേറെ നല്ല കലാകാരനായ, ആസ്വാദകനായ, ഗാനരചയിതാവായ കെ ജയകുമാർ എന്ന് പറയപ്പെടുന്നത് ജനങ്ങൾക്കേറെ കുറച്ചുകൂടി പ്രതീക്ഷയുള്ള, കാരണം അഴിമതിയുടെ കറപുരളാത്ത ഒരു വ്യക്തിയായതുകൊണ്ട് വിശ്വാസികളും കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള കവിയുമായിട്ടുള്ള കെ ജയകുമാർ എന്ന് പറയപ്പെടുന്നത് ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും അഴിമതിക്കാരനല്ലാത്തത് കൊണ്ടും സത്യസന്ധനായതുകൊണ്ടും അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചത് ശബരിമലയെ മെച്ചപ്പെടുത്തുവാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനമായി ആരെങ്കിലും കരുതുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് തെറ്റായിരുന്നു എന്ന് തെളിയിക്കുകയാണ്. സത്യത്തിൽ ഈ നിയമനം എന്ന് പറയപ്പെടുന്ന ഒരു വെള്ളപൂശലാണ്, ഒരു തട്ടിപ്പിന്റെ കൊട്ടേഷനാണ്. ശബരിമലയിലെ സ്വർണ്ണമോഷണം പോലുള്ള ഗുരുതരമായിട്ടുള്ള വിവാദങ്ങളിൽ നിന്ന് സർക്കാരിനെ തടിതപ്പാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ജയകുമാറിന്റെ നിയമനം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കെ ജയകുമാറിനെ പോലുള്ള വ്യക്തിക്ക് സംസ്ഥാനത്തും കേന്ദ്രത്തിലും സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ CBI പോലുള്ള ഏജൻസികൾ അന്വേഷണത്തിന് വന്നാൽ അവർക്ക് സംയമനം ഉണ്ടാക്കാനും ഒപ്പം തന്നെ വലിയൊരു അന്വേഷണം ഉണ്ടാക്കി വലിയ ആഘാതം ഉണ്ടാകുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടാൽ അതിൻ്റെ ആഘാതം കുറയ്ക്കാനുമൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് വിചാരിച്ചാൽ സാധിക്കുമെന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയും ആൾക്കാരുടെ ഉദ്യോഗസ്ഥരോടുള്ള ഇടപെടലും ശക്തമായിട്ടുള്ള നടപടികളിൽ നിന്ന് ചിലപ്പോൾ ഉദ്യോഗസ്ഥരെ പിന്തിരിപ്പിച്ചേക്കാം. IMG-യുടെ ഡയറക്ടർ പദവിയിൽ, ഡയറക്ടർ ജനറലായിട്ട് അദ്ദേഹത്തെ നിയമിച്ചപ്പോൾ ആ പദവിയിൽ കെ ജയകുമാറിനെ നിയമിച്ചതിനെതിരെ IAS അസോസിയേഷൻ നൽകിയ ഒരു കേസുണ്ട്. ആ കേസിൽ ജയകുമാറിനും സർക്കാരിനും എതിരായിട്ട് വിധി വരുമെന്ന് ഉറപ്പായപ്പോൾ നിലവിലെ പദവി നഷ്ടപ്പെടാതിരിക്കുവാൻ അദ്ദേഹം ഈ ശബരിമല വിഷയ പശ്ചാത്തലത്തിൽ ഈ സർക്കാരിനെ വെള്ളപൂശിക്കൊണ്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയും അതിന് പകരമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി ഉറപ്പിക്കുകയുമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു.
തൻ്റെ IMGയുടെ ഡയറക്ടർ ജനറൽ പദവി തിരികെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിനെയും ഒന്ന് വെള്ളപൂശി കളയാം, കുറച്ച് പുകഴ്ത്തി പറഞ്ഞു കളയാം എന്ന് പറഞ്ഞ് ഒരു ഇന്റർവ്യൂ അദ്ദേഹം നടന്നു. അപ്പോൾ ഈ ഇന്റർവ്യൂ കാണുന്ന സമയത്താണ് പിണറായി വിജയൻ അടക്കം പിണറായി വിജയനോടുള്ള പല സഖാക്കളും കെ ജയകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുന്നതും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കെ ജയകുമാറിനെ ശബരിമലയിലേക്ക് അയച്ചാൽ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇമേജ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സർക്കാരിന്റെ മുഖം രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നുള്ള മറ്റാരുടെയോ ഒരു കുബുദ്ധിയിൽ നിന്നാണ് ഇപ്പോൾ ഈ പ്രസിഡന്റ് പദവിയിലേക്ക്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലേക്ക് ചീഫ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തെ ഉള്ളുകളികൾ, കള്ളക്കളികൾ എന്ന് പറയപ്പെടുന്ന ഒരുപാടുണ്ട്. കെ ജയകുമാറിനും സർക്കാരിനും ഒരേ സമയം കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുന്ന IMG വിവാദം, ഡയറക്ടർ ജനറൽ ബോർഡ് പദവി വിവാദം നഷ്ടപ്പെടുമെന്നുള്ള തോന്നൽ കാലത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വെള്ളപൂശലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. കെ ജയകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് അങ്ങനെ എടുത്തു പറയാൻ കാരണങ്ങളോ അഴിമതിയുടെ കറയോ ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സത്യസന്ധനായിട്ടുള്ള ഒരു നല്ല മനുഷ്യനാണ്. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, മരിക്കുന്നത് വരെ ഇങ്ങനെ ഉന്നത പദവിയിൽ ഇരിക്കണമെന്ന ഒരൊറ്റ ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. ഇപ്പൊ തന്നെ 74 വയസ്സായി, റിട്ടയർ ചെയ്തിട്ട് ഏകദേശം 14 വർഷം കഴിഞ്ഞു. അദ്ദേഹം ചീഫ് സെക്രട്ടറിയുടെ ശമ്പളമൊക്കെ കൈപ്പറ്റി ഉന്നത പദവികളിൽ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. ചീഫ് സെക്രട്ടറിയായി വിരമിക്കുന്നതിന് മുമ്പ് തന്നെ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയോഗിക്കപ്പെട്ടു. വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിന് തൊട്ട് അതിനുശേഷം ഉടൻ തന്നെ IMG ഡയറക്ടറായിട്ട് പിണറായി വിജയൻ ഇദ്ദേഹത്തെ നിയമിക്കുകയാണ്. ഇത് IASകാരുടെ കേഡർ പോസ്റ്റാണ് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുകൊണ്ടാണ് IAS അസോസിയേഷൻ നൽകിയ പരാതിയിൽ വിധി വരാനിരിക്കുന്നു. ആ വിധി വരുന്നതിനിടയ്ക്ക് അത് തിരിച്ചടിയാകുമെന്നുള്ളത് ഇദ്ദേഹത്തിനും സർക്കാരിനും അറിയാമെന്നുള്ളത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് അടുത്ത ഒരു പദവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പിണറായി വിജയനെ 4 പുകഴ്ത്തൽ അങ്ങ് പുകഴ്ത്തി, സർക്കാരിനെയും പുകഴ്ത്തി കഴിഞ്ഞപ്പോൾ കേട്ടുനിന്ന അന്തംകമ്മി സഖാക്കളെല്ലാം പറഞ്ഞു കെ ജയകുമാറിനെ പോലൊരാളെ ഇപ്പൊ തന്നെ കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഇമേജിന് പറ്റിയ ഫോട്ടോ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ കഴിയും. ജനങ്ങൾക്ക് കെ ജയകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയോട് ഒരു സ്നേഹമുണ്ടല്ലോ, കാരണം അദ്ദേഹം സത്യസന്ധനാണ്, അഴിമതിക്കാരനല്ല എന്നുള്ള ഒരു പ്രതീക്ഷയും ചിന്തയും വിശ്വാസവും ഉണ്ട്. അതുകൊണ്ട് ഈ സമയം അത്തരത്തിൽ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞാണ് കെ ജയകുമാറിനെ മെല്ലെ ഈ ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടുവരുന്നത്. ജയകുമാർ അഴിമതി നടത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. എന്നാൽ തൻ്റെ ഇടത്തോടെ നട്ടൽ ഉയർത്തിപ്പിടിച്ച് ഉദ്യോഗസ്ഥൻ എന്ന ചുമതല നിറവേറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യക്ഷമതയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല, അഴിമതിക്കാരനല്ല, ആരെയും വെറുപ്പിക്കാറില്ല. അതൊക്കെയാണ് ഇദ്ദേഹത്തെ എല്ലാവരാലും ആകർഷിക്കപ്പെടുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ നിന്ന് തടിതപ്പാൻ വേണ്ടിയാണ്, അതിന്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി സർക്കാർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായുള്ള നിയമനം ഇപ്പോൾ കെ ജയകുമാറിന് നൽകിയിരിക്കുന്നത്. ജയകുമാറിനെ നിയമിക്കുന്നതോടെ ആർക്കും എതിർക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും BJPക്കും ഈ കാര്യത്തിലൊന്നും എതിർപ്പില്ല. കാരണം ജയകുമാറിന് ആരോടും ശത്രുതയില്ല, പരസ്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാറുമില്ല. മാത്രമല്ല ഭക്തനാണ്, കവിയാണ്, ജനപ്രിയനാണ്, എല്ലാ മേഖലയിലും സ്വാധീനമുള്ള വ്യക്തിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സർക്കാർ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹം ഒന്ന് ചിന്തിക്കണമായിരുന്നു. ചീഫ് സെക്രട്ടറി പദവിയിലിരുന്ന് ഈ സംസ്ഥാനത്തെ ഭരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി ശബരിമലയെ ഭരിക്കേണ്ടതാണോ എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കണമായിരുന്നു. എന്തായാലും ആയിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ചിന്താഗതിയിൽ എങ്ങനെ MA വർദ്ധിപ്പിക്കാമെന്ന് നോക്കിയപ്പോൾ വീണ് കിട്ടിയ തങ്കമാണ് കെ ജയകുമാർ. അതുകൊണ്ട് അദ്ദേഹത്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ അന്വേഷണം പരിധി വിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമുക്കറിയാലോ, ഇവിടെ ദ്രൗപദി മുർമു അടക്കം, രാഷ്ട്രപതി അടക്കം സന്ദർശനം നടത്തിയ വേളയിൽ ഇതിൻ്റെ അന്വേഷണം, അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷണം കൃത്യമായി നടക്കും. ആ അന്വേഷണത്തിൽ ഇവിടുത്തെ മുതിർന്ന
ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന്റെ പരിധി വിട്ട് CBIയുടെ അന്വേഷണ പരിധിയിലേക്കൊക്കെ ചെല്ലുവാനുള്ള സാധ്യത മനസ്സിലാക്കുന്നുണ്ട് സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുവാൻ അന്വേഷണ സംഘത്തിന് സാധിക്കില്ല എന്നൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ അന്വേഷണ പരിധിയൊക്കെ കഴിഞ്ഞ് പുതിയ പുതിയ തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അന്വേഷണത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടായാൽ പുതിയ എവിടെയെങ്കിലും ഒന്ന് തട്ടി നിൽക്കുന്ന ഒരു അവസരം വന്നാൽ പുതിയ അന്വേഷണം ഉണ്ടാകും. അപ്പോൾ CBI പോലുള്ള അന്വേഷണ ഏജൻസികളെത്തും. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ ആർക്കും രക്ഷപ്പെടാനും കഴിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പഴയ IAS കാരനായ ഈ K. ജയകുമാർ എന്തുകൊണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പറ്റിയ ആളാണ് എന്ന് പിണറായി വിജയൻ തീരുമാനിക്കുകയാണ് ചെയ്യപ്പെട്ടത്. അങ്ങനെ ശ്രീകോവിലിലെ വാതിൽപ്പാളികളും ദ്വാരപാലക ശില്പവും ഒക്കെ അന്താരാഷ്ട്ര മോഷണ സംഘത്തിന് വിറ്റുവെന്നും അതിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും പാർട്ടിക്കാർക്കും ഒക്കെ പങ്കുണ്ട് എന്നും തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് അന്വേഷണത്തിലെ ആഘാതം പരമാവധി ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ വന്നാൽ അവർക്ക് കുറച്ച് സംയമനം ഉണ്ടാകാനുള്ള നീക്കമാണ് K. ജയകുമാറിന്റെ നിയമനത്തിലൂടെ ഇപ്പോൾ പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നത്. ജയകുമാർ സംസ്ഥാനത്തും കേന്ദ്രത്തിലൊക്കെ സ്വാധീനമുള്ള നേതാവാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചാൽ അദ്ദേഹം ദീർഘകാലം ഹോം സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥരടക്കം അദ്ദേഹത്തിന് കീഴിൽ ജോലി ചെയ്തവരായിരിക്കും. മാത്രമല്ല കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറി എന്ന പദവിയിൽ കേന്ദ്ര ഉദ്യോഗസ്ഥരായിട്ട് വലിയ ബന്ധം ശ്രീ K. ജയകുമാറിനുണ്ട് താനും. അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്ത് വന്ന് വിവരങ്ങൾ ശേഖരിക്കുമ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും രാഷ്ട്രീയക്കാരനായ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അടുത്ത് വന്ന് ചോദ്യം ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ബഹുമാനത്തോടു കൂടിയേ പെരുമാറാൻ കഴിയൂ എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ശക്തമായ നടപടികളിൽ നിന്നും ഉദ്യോഗസ്ഥരെ പിന്തിരിപ്പിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞെന്ന് വരാം. ജയകുമാർ സത്യസന്ധനാണ് എന്ന് പറയുമ്പോഴും നല്ല മെയ്വഴക്കമുള്ള ഉദ്യോഗസ്ഥനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റിട്ടയർ ചെയ്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു 14 വർഷത്തിലധികമായി റിട്ടയർമെന്റ് കാലാവധി കഴിഞ്ഞിട്ട്, എന്നിട്ടും ചീഫ് സെക്രട്ടറിക്ക് തുല്യമായിട്ടുള്ള ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും. റിട്ടയർ ചെയ്തതിനു ശേഷവും അധികാരം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 60-ാം വയസ്സിൽ ചീഫ് സെക്രട്ടറി ആയ അന്ന് റിട്ടയർ ചെയ്തു. 60-ാം വയസ്സിലാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. അന്ന് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചിരുന്നു. K. എബ്രഹാമിനെ പോലെ 2 ശമ്പളം കൈപ്പറ്റാൻ മാത്രം മോശക്കാരനാണ് ജയകുമാർ എന്നല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ അവരൊക്കെ ഓണറേറിയം എന്ന രീതിയിലും അതോടൊപ്പം പെൻഷനും കൈപ്പറ്റുന്നവരാണ്. എന്നാൽ ജയകുമാർ അങ്ങനെയാണ് എന്ന് കരുതുന്നില്ല. അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് തുല്യമായിട്ടുള്ള ശമ്പളം കൈപ്പറ്റി അതേ പദവിയിൽ തുടരുന്നത്, അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. റിട്ടയർ ചെയ്ത് 14 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം അത്തരത്തിൽ തന്നെയാണ് തുടരുന്നത്. അപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് എന്ത് ആണോ ശമ്പളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ ശമ്പളം അദ്ദേഹം അല്ലാത്ത പല മേഖലകളിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ IMG ഡയറക്ടറുമായിട്ട് ഈ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് വിരമിച്ച ജയകുമാറിനെ പിണറായി വിജയനാണ് ഈ IMGയുടെ ഡയറക്ടറായിട്ട് നിയമിക്കുന്നത്. IMG എന്നത് ഇവിടുത്തെ IASകാരുടെ ഒരു കേഡർ പോസ്റ്റാണ്, പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ്. ആ പോസ്റ്റിലേക്കാണ് റിട്ടയർ ചെയ്യപ്പെട്ട ഒരാൾ എത്തപ്പെടുന്നത്. ജേക്കബ് തോമസ് DGP ആയിരുന്നപ്പോൾ ആ പദവിയിൽ സർക്കാർ നിയോഗിച്ചു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. ആ പദവിയിലേക്ക് ചീഫ് സെക്രട്ടറിയുടെ അതേ ശമ്പളത്തിൽ, അതാണ് പറയുന്നത്, ചീഫ് സെക്രട്ടറി അതേ ശമ്പളത്തിൽ നിയോഗിക്കുകയാണ് ജയകുമാറിനെ. അപ്പോൾ ഇതിനെതിരെയാണ് ഈ IAS അസോസിയേഷൻ കേസ് കൊടുത്തിരിക്കുന്നതും. IAS അസോസിയേഷൻ കൊടുത്ത കേസിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ രേഖകളാണ് ഇവിടെ ഇപ്പൊ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് IAS അസോസിയേഷനും അന്ന് അതിന്റെ പ്രസിഡന്റായിരുന്ന അശോകനും സെക്രട്ടറിയും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ IAS കേഡർ പോസ്റ്റിൽ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനെ വയ്ക്കരുത് എന്നതുള്ളതാണ് ഇവരുടെ ആവശ്യമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കേസ് 2 വർഷമായിട്ട് പരിഗണനയിലാണ്. നവംബർ മാസത്തിലാണ് ഈ കേസ് പൂർത്തിയാകാൻ പോകുന്നത്. അപ്പോൾ ഡിസംബറിൽ അതിന്റെ വിധി വരും. അത് K. ജയകുമാറിനും സർക്കാരിനും എതിരാവുകയും ചെയ്യും. അത്രമാത്രം കൃത്യമായി തന്നെ വിവരങ്ങൾ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ സർക്കാർ ആകട്ടെ തടിതപ്പാൻ വേണ്ടിയിട്ട് കോടതിയോട് പറഞ്ഞിരിക്കുന്ന വിശദീകരണം വിചിത്രമാണ് എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ ഡയറക്ടർ ജനറൽ പദവിയിലല്ല നിയമിച്ചിരിക്കുന്നത്, ഡയറക്ടർ പദവിയിലാണ് ഇദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ IMGയുടെ ഡയറക്ടർ ജനറൽ എന്ന തസ്തിക ഡയറക്ടർ എന്നാക്കി മാറ്റി പുതിയ തസ്തിക എന്ന നിലയിലാണ് ജയകുമാറിനെ നിയമിച്ചിരിക്കുന്നത് എന്നാണ് ഈ നമ്മുടെ സർക്കാരിന്റെ വാദം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വാദവും രക്ഷപ്പെടാൻ പോകുന്നില്ല, വിലയാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം കോടതി ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. പക്ഷേ അവിടെയാണ് ഈ ശബരിമലയിലെ വിവാദങ്ങൾ ഉണ്ടാകുന്നതും എങ്ങനെയെങ്കിലും അതിൽ നിന്ന് സർക്കാരിൻ്റെയും മുഖം രക്ഷിച്ചെടുക്കുവാനുള്ള ശ്രമം നടക്കുന്നത്. അപ്പോൾ ഇവിടെ പലപ്പോഴും ശബരിമലയിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ
ഈ സ്വകാര്യ സംഭാഷണങ്ങളിൽ സർക്കാരിനെയും CPM-നെയും നിശ്ചിതമായി വിമർശിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ജയകുമാർ. പക്ഷെ അദ്ദേഹം ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിനെ വെള്ളപൂശിയിരിക്കുന്നത്? ഒരു ഓൺലൈൻ ചാനൽ നൽകിയ സംഭാഷണത്തിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒക്കെ വെള്ളപൂശി കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിനർത്ഥം ഈ വരുന്ന കോടതി വിധിയോടുകൂടി അദ്ദേഹത്തിന് പദവി നഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റൊരു പദവിയിലേക്ക് അദ്ദേഹത്തിനെ എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ചെയ്ത ഒരു ഇന്റർവ്യൂ ആയിരുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് അതിൽ തന്നെ എന്തായാലും അദ്ദേഹത്തിന് ലഭിച്ചു അടുത്ത പദവി. അങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. മുഖം രക്ഷിക്കുവാനുള്ള സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജയകുമാറിന്റെ നിയമനം എന്ന് പറയപ്പെടുന്നത്. ജയകുമാറിന്റെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിന്റെ സൽപ്പേരിന് ഗുണമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ജയകുമാറിനെ കുറ്റപ്പെടുത്താൻ BJP-ക്കാർക്കും കോൺഗ്രസ്സുകാർക്കും ആർക്കും തന്നെ കഴിയില്ല. അങ്ങനെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്ന സർക്കാരിന്റെ മുഖം രക്ഷിക്കുവാനുള്ള സർക്കാർ നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ജയകുമാർ എന്ന ഉദ്യോഗസ്ഥന്റെ സൽപ്പേര് കണ്ടുകൊണ്ട് മാത്രമുള്ള ഒരു നിയമനം. ഇത് അങ്ങനെയാണ് നമ്മൾ ആദ്യം കരുതിയിരുന്നതെങ്കിൽ തന്നെയും ഇത് പിണറായി വിജയന്റെ ഒരു കൊട്ടേഷനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ കെണിയാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ ഇദ്ദേഹത്തെ പെടുത്തുകയായിരുന്നു. അതായത് ഒരേ സമയം CPM-നെയും സർക്കാരിനെയും രക്ഷപ്പെടുത്തുക, അതേസമയം തന്നെ IMG വിവാദവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസിൽ ആ വിധി വരുമ്പോൾ അധികാരം നഷ്ടപ്പെട്ടു പോകുമ്പോൾ മറ്റൊരു അധികാരത്തിലേക്ക് എത്തുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് പിണറായി വിജയനെ പുകഴ്ത്തിയതിലൂടെ അദ്ദേഹത്തിന്റെ ഒരു പദവിയിലേക്ക് എത്താനും കഴിഞ്ഞു. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വെള്ളപൂശലിന്റെ അവസാന പദവിയാണ് ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവി എന്ന് പറയപ്പെടുന്നത്. ഒരു വെള്ളപ്പശുവിലൂടെയും ഒപ്പം തന്നെ ഒരാളെ കുറച്ച് പുകഴ്ത്തി സുഖിപ്പിച്ചതിലൂടെയും ലഭിച്ച പദവി.